അതിപ്പോ ഈ കേജ് ഫൈറ്റ് പോലും ആ കിക്ക് ബോക്സിങ്ങും ഞങ്ങൾ അവിടെ തന്നെയാണ് ചെയ്തത്, സെറ്റ് ഇട്ടിട്ട്. ഇൻട്രോ ഫൈറ്റും അവിടെ തന്നെയാണ് ചെയ്തത്. അതൊക്കെ ഇപ്പൊ ചില ഏരിയ ഒക്കെ നമുക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെയും ചെയ്യേണ്ടി വരും, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയുടെ റൂം റിയൽ സ്ഥലത്തും നമ്മൾ ഷൂട്ട് ചെയ്തു. നമ്മളത് വേറെ എക്സാക്റ്റ് അതിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാവാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. ഇതിനകത്ത് ഒരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ഉണ്ടല്ലോ ശരിക്കും ഈ ഒരു പ്രോസസ്സ് സെറ്റ് ഉണ്ടാക്കി നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും ആരിഫിക്കിനോട് അല്ലെങ്കിൽ ഷെരീഫിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഇത്, കാരണം ഒരു സ്ഥലത്ത് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഡൈനാമിക് പ്രൊഡ്യൂസർ ഉണ്ട്, ഒരു സ്ഥലത്ത് ഒരു ഭയങ്കര കൺവിക്ഷൻ ഉള്ള ഡയറക്ടർ, ഇപ്പുറത്ത് അതിനേക്കാൾ കൺവിക്ഷൻ ഉള്ള ഒരു ഹീറോ. ഈ ടൈം കൺസ്യൂമിങ് ശരിക്കും എങ്ങനെയാ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു? അതിന് ഇപ്പോൾ മാർക്കോയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജുകൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണെങ്കിൽ പ്രൊഡ്യൂസറും ഹീറോ ഉണ്ണി മുകുന്ദനും, അതായത് ഷെരീഫ് ഭായും ഉണ്ണിയും ഫ്രം ദ ബിഗിനിങ് തൊട്ട് തന്നെ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ശരിക്കും ഇൻവോൾവ് ആയിരുന്നു. അവർ അങ്ങനത്തെ ഒരു ആക്ടറാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണെന്നുള്ള രീതിയിലുള്ള ഒരു സെപ്പറേഷനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂട്ടായിട്ടിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു ചെയ്യുന്നത് അതിന് ഇത്ര രൂപ ബഡ്ജറ്റ് വരും എന്നുള്ളതൊക്കെ ഞാൻ ഷെരീഫ് ഭായിയോടും ഉണ്ണിയും പ്രൊഡ്യൂസറാണ്, അപ്പോൾ രണ്ടുപേരെയും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ അത് നമ്മളോട് എഗ്രി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ബഡ്ജറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഏറ്റവും എക്സ്പെൻസീവ് ഫാക്ടർ എന്താ ശരിക്കും ഉണ്ടാക്കിയത്? എക്സ്പെൻസീവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എഴുപതിനാലത്തെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് ആ വീട്ടിൽ. നമ്മുടെ വില്ലൻ്റെ അദ്ദേഹത്തിൻ്റെ എൻട്രി ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഗ്രാനൈഡ് എറിഞ്ഞിട്ട് ബ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു ആ വീട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അറിയാലോ, അത് വളരെ പഴക്കമുള്ള വീടാണ്. അതുകൊണ്ട് അതവിടെ നമുക്ക് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അവർ അലോ ചെയ്യാനല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ അത് മാത്രമല്ല, സാധാരണ നമ്മൾ കണ്ടിരുന്ന ഒരു 70 വീടല്ല നമ്മളതിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ കുറേ വിൻഡോസ്, അതായത് ഫൈറ്റും ഗൺ ഷോട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടാക്കി, ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി ഞങ്ങൾ. അതുപോലെ തന്നെ എന്താണെങ്കിൽ അത് നമ്മളുടെ സെറ്റാണ്. എന്നിട്ട് ആ വീടിനെ ഒരു നിലയ്ക്കും ഒരു ഡാമേജ് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വീടിന്റെ ഫ്രണ്ടിൽ ഞങ്ങളൊരു ഏകദേശം ഒരു 15 ഫീറ്റ് എടുത്തിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോൾ ചിലർക്ക് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. എന്താണെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്ന മാതിരിയല്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്താണെങ്കിൽ ഇത്ര വലിയ ബ്ലാസ്റ്റ് നടന്നാലും ആ വീടുമേലേക്ക് അത് ടച്ച് ചെയ്യാൻ പാടില്ല. ഇന്നോട്ട് നമ്മൾ അതിനകത്ത് ഷൂട്ട് കിടക്കുമ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് എന്നുള്ളത് അറിയാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങളത് ചെയ്തത്. അതിനൊരു കൂടുതൽ എക്സ്പെൻസ്. പിന്നെ മൊത്തത്തിൽ ഇതൊരു എക്സ്പെൻസ് കുറച്ച് കൂടുതലുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ക്ലൈമാക്സ് അത്യാവശ്യം നമ്മൾ അത് പിന്നെ ഞാനൊരു പ്രീ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല, ഗ്രാൻഡ് ആക്കണം എന്നുള്ളത് മൊത്തത്തില് ഒരു ടോക്ക്. ഓർഡറിൽ തന്നെ ഷൂട്ട് ചെയ്തപ്പോ അങ്ങനെ അത്ര ഓർഡർ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൂന്നാറാണ് ഷൂട്ട് ചെയ്തത് അവിടെ. അതായത് നമ്മളുടെ ഇന്റർവെൽ ഫൈറ്റ് നമ്മൾ മൂന്നാറാണ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഷെഡ്യൂൾ ഞങ്ങളുടെ പൂജയ്ക്ക് മൂന്നാറായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ഏകദേശം നമ്മൾ അങ്ങനെ തന്നെയാണ്. ക്ലൈമാക്സ് ഏകദേശം കറക്റ്റ്. അതെ അങ്ങനെ ക്ലൈമാക്സ് നമ്മൾ ലാസ്റ്റ് തന്നെയാണ് ഷൂട്ട് ചെയ്തത്.